നോക്കേണ്ട മനുഷ്യൻ ഇങ്ങോട്ട് നോക്കി മാളൂസും അനുസരും കൂടിയിട്ട് ഇന്നൊരു അടാറ് ഐറ്റം ഉണ്ടാക്കാൻ പോകണം. കോഴിമുട്ടയും ബ്രെഡും വെച്ചിട്ട് ഇന്നൊരു അടാറ് സാധനം ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സാധനം എന്താണെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള സാധനമാണെന്ന് പറഞ്ഞു. അപ്പം നോക്കി നോക്കാം. അപ്പോൾ അവർ ബ്രെഡിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, എന്തായാലും അനുസരും മാളൂസും. അപ്പോൾ അങ്ങനെ അതാ കോഴിമുട്ട പൊട്ടിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട് അവർ. 5 കോഴിമുട്ട എടുത്തതിന് ശേഷം നമ്മൾ 5 കോഴിമുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ സാധനങ്ങൾ, അതിലേക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഗ്യാസ് നമ്മൾ കത്തിച്ച് കഴിഞ്ഞു. ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചട്ടി വെക്കണം. ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് തിന്നേണ്ടതുകൊണ്ട് കുറച്ചേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആ തേങ്ങ ചിരതി വെച്ചതുകൊണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അത് ഇതുപോലെ നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പഴം കൂടിയുണ്ട്, നേന്ത്രപ്പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാകത്തിന്, പിന്നെ അതിലേക്ക് പാകത്തിന് നമ്മൾ ഉപ്പിടണം. ഉപ്പ് പാകത്തിന് മതി, കാരണം ബ്രെഡിൻ്റെ ഉപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഐറ്റം ഇതിപ്പോൾ ഇങ്ങനെ നല്ല ചൂടായി. അപ്പോൾ അതിലേക്ക് ശേഷം നമ്മൾ പൊട്ടിച്ചെടുത്ത കോഴിമുട്ട അതിലേക്ക് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ കോഴിമുട്ട പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ച ബ്രെഡിൻ്റെ പീസുകളുണ്ടല്ലോ, ബ്രെഡിൻ്റെ കഷ്ണം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് അത് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിൽ അടിയിൽ പറ്റാത്ത, കാരണം ഗ്യാസിൻ്റെ തീ കുറച്ച് വെക്കണം, കാരണം അടിയിൽ പിടിക്കും. അപ്പം എന്നിട്ട് നമ്മളിതായി ഇപ്പോൾ ഈ ഒരു പരിവായി ഏകദേശം അടിപൊളി സാധനം. നമ്മൾ നല്ല സ്മെല്ലിങ്ങനെ വരും, നമുക്ക് ചട്ടിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. ഇനി നമ്മൾ ഈ സ്കൂളൊക്കെ വിട്ട് വരുന്ന 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു അടാറ് ഐറ്റമാണ്. കാരണം അവർ ഇരുന്ന് കഴിച്ചോളും, നന്നായിട്ട് ഇരുന്ന് കഴിച്ചോളും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അവരെ വിശപ്പടക്കാനും എല്ലാം അതിനും അടിപൊളി സാധനം. അപ്പോൾ വരുന്നു ആൾ റെഡിയായിട്ട് 3 പേരും കളിച്ച് ചിരിച്ചിട്ടാണ് വരുന്ന ഈ സാധനമായിട്ട്. അപ്പോൾ എന്തായാലും 3 ആളും കൂടിയിട്ട് വെട്ടി അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി എന്ന് പറയുന്നുണ്ട്, സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുക. അവർ മിണ്ടാതിരുന്ന് ഫുള്ള് അടിപൊളിയായിട്ട് പ്ലേറ്റ് തുടച്ച് ക്ലീൻ ആക്കി തരും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യും.